ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സപ്പിലെ മെറ്റ എയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഫീച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണിത്. അപ്പോൾ നമ്മൾ മെറ്റ എയിൽ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരുപാട് പേർ ഇതൊന്നും യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം ലാംഗ്വേജ് പ്രശ്നം കൊണ്ടെല്ലാമാണ്. അതായത് നേരത്തെ നമുക്ക് ഇന്ത്യൻ ലാംഗ്വേജ് അധികമൊന്നും ഇതിലുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുതിയ ഒരു ഫീച്ചർ എല്ലാം വന്നിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു കാര്യമെല്ലാം അറിഞ്ഞിരിക്കുക. ഇതിനായി ആദ്യം തന്നെ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ മെറ്റ എ എന്നതിൽ ടാപ്പ് ചെയ്യാം. ഇനി നമുക്കിവിടെ ഈ ഒരു ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഗുണമെന്നല്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മൈക്കിൻ്റെ ചിഹ്നമെല്ലാം വന്നിരിക്കുന്നത് കാണാം. സൈഡിലായി 2 മൈക്കിൻ്റെ ചിഹ്നം വന്നിട്ടുണ്ട്. ഇതിൽ താഴത്ത് വന്നിരിക്കുന്ന ഈ ഒരു മൈക്രോഫോണിൽ ടാപ്പ് ചെയ്ത് പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട കാര്യം ചോദിക്കാം. ഒരു പൂച്ചക്കുട്ടിയുടെ പിക്ചർ ക്രിയേറ്റ് ചെയ്ത് തരുമോ? ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാനിവിടെ ഇത് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ മെറ്റ എയിൽ നമുക്ക് എന്താണ് ലഭിക്കുക എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ പൂച്ചക്കുട്ടിയെല്ലാം തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. കാട്ടിലെ മൃഗങ്ങളുടെ പേരെന്തെല്ലാമാണ്? ഇത്തരത്തിൽ ഞാൻ ചോദിച്ചപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കാട്ടിലെ മൃഗങ്ങൾ, ഇത് പുലി, സിംഹം, കരടി, ആന, ഇങ്ങനെയെല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ എന്ത് വേണമെങ്കിലും ഇതുപോലെ ടൈപ്പ് ചെയ്ത് അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മൈക്രോഫോണിൽ ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം മലയാളത്തിൽ സംസാരിച്ചും നിങ്ങൾക്ക് മെറ്റ എ അതിനുള്ള റിസൾട്ട് എല്ലാം തരും. അപ്പോൾ വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മെറ്റ എ യൂസ് ചെയ്ത് ഉപയോഗിക്കാനെല്ലാം കഴിയും. അതിനാൽ തന്നെ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്